ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിലെ മെൽബൺ സിറ്റിക്കടുത്തുള്ള കിൽമോർ ഈസ്റ്റ് എന്ന പ്രദേശം വൈദ്യുതി പോസ്റ്റുകളിൽ പതിവ് പോലെ മെയിൻ്റനൻസ് പണികൾ നടക്കുന്നു. ജോലി ചെയ്തിരുന്ന തൊഴിലാളി ദിവസവും ചെയ്യുന്ന പോലെ ബോൾട്ടുകൾ മുറുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ദിവസം അദ്ദേഹം അല്പം ക്ഷീണിതനായിരുന്നു. ഈ ഒരു ബോൾട്ട് കുറച്ചു മുറുക്കിയാൽ മതി, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ജോലിയിൽ അയാൾ കുറച്ച് അലസമായി. അയാൾ ബോൾട്ട് പൂർണ്ണമായി മുറുക്കാതെ പിന്നെ നോക്കാമെന്ന് മനസ്സിൽ പറഞ്ഞ് ജോലി പൂർത്തിയാക്കി. മാസങ്ങൾ കടന്നുപോയി. വേനൽക്കാലമെത്തി. ഭൂമി നന്നായി വരണ്ടിരിക്കുന്നു. കഠിനമായ വെയിലിൽ പുല്ലുകളും ചെടികളുമെല്ലാം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നു. 2009 ഫെബ്രുവരി 7 നല്ല ചൂടുള്ള ദിവസം. ശക്തമായ കാറ്റിൽ ആ പഴയ ബോൾട്ട് ഇളകി വീണു. വൈദ്യുതി ലൈൻ കാറ്റിൽ ആടി ഉലഞ്ഞ് തീപ്പൊരികളോടുകൂടെ ഉണങ്ങി വരണ്ട പാടത്തേക്ക് വീണു. വളരെ വേഗത്തിൽ തീപ്പൊരി ഒരു അഗ്നിഗോളമായി മാറി. കാറ്റിന്റെ ശക്തിയാൽ തീ അതിവേഗത്തിൽ പടർന്നു പിടിച്ചു. 400-ലധികം സ്ഥലങ്ങളിൽ തീ പടർന്നു. വീടുകൾ, വയലുകൾ, വനങ്ങൾ എല്ലാം കത്തി നശിച്ചു. 173 പേരുടെ ജീവൻ നഷ്ടമായി ആ തീപിടുത്തത്തിൽ. 100 കണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റു. 1000 ആളുകൾക്ക് അവരുടെ ഭവനം നഷ്ടമായി. ബ്ലാക്ക് സാറ്റർഡേ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദിവസം അനേകരുടെ ജീവിത മാർഗത്തെയാണ് ഇല്ലാതാക്കിയത്. കാരണമോ? ഒരു ചെറിയ അശ്രദ്ധ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചെറിയ അശ്രദ്ധ കൊണ്ടുണ്ടായ ചെറിയ നഷ്ടങ്ങളെപ്പറ്റി പറയുവാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കും. പക്ഷേ നഷ്ടം വലുതാണെങ്കിലോ? വിശുദ്ധ ലൂക്കോസ് 16:10 പറയുന്നു, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നമ്മുടെയൊക്കെ വിശ്വസ്തത എത്ര ആഴത്തിലുള്ളതാകണം എന്ന് ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പിഴവുകൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മാത്രം ജീവനെ ആയിരിക്കില്ല, കൂടെ നിൽക്കുന്നവരുടെയും ജീവനെയാകാം. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തയോടെ ആത്മാർത്ഥമായി ജീവിക്കുക എന്നതാണ് പോംവഴി. എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നവൻ എന്ന് വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ ആ ശ്രദ്ധയുടെ സ്വഭാവ വൈശേഷ്യം നമ്മുടെ ജീവിതത്തിലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത് പിന്നെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് പിഴവുകൾ വരുത്തുന്നവർ ദൈവിക സ്വഭാവത്തിലുള്ളവർ അല്ല എന്ന് ചുരുക്കം. പിഴവുകളില്ലാതെ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന വിശ്വസ്തരായി മാറുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആഴത്തിലെന്നോടൊന്നിടപെടണേ.